അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളങ്ങളൊക്കെ വിശേഷങ്ങൾ? ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് വെക്കണത്. ചിക്കൻ ബിരിയാണി വെച്ചിട്ട് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം അങ്ങോട്ട് പോകാലോചിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ നിങ്ങൾക്ക് വീഡിയോ വെക്കണതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല, കഴുകണതും ഇതാക്കണതൊന്നും. അപ്പോൾ എല്ലാതും ഒന്നും ഒരു വിധം അങ്ങോട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആലോചിച്ചിട്ടാണ്. ചിക്കൻ പൊരിച്ചിട്ടാട്ടോ ഞാൻ ബിരിയാണി വെക്കണത്. ചിക്കൻ മസാല ആക്കി അതിൽ ചിക്കൻ ഇട്ട് കൊടുത്ത് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറക്കി വെച്ചിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം കുറേ ദിവസമായി ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കണു. അപ്പം ഒന്ന് പോകാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. സാധനങ്ങളൊക്കെ തീർന്നിക്കും. അപ്പം നെസ്റ്റോയിൽ ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നെസ്റ്റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബിരിയാണി വെക്കാനുള്ള വെള്ളം ഇതൊക്കെയാണ് കേട്ടോ. അത് തിളക്കട്ടെ. അരിയാണ് കേട്ടത്, കഴുകിടാനുള്ള അരി. വെള്ളം തിളക്കണുണ്ട് കേട്ടോ. ഇനി കഴുകിയ അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അരി കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അരി കഴുകി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ മക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ഇതൊക്കെ തിന്ന് ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് പോകുമ്പോൾ പട്ടാമ്പി എത്തി നോക്കുമ്പോഴാണ് ഒരു കിണറും അല്ല കുളവും അല്ല അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടോ. അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കുളത്തേക്ക്. നല്ല രസമുണ്ട്. കിണറാണ്, കുളമല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏയ് അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇറങ്ങിക്കോളി, അതിലൊന്നും കുഴപ്പമില്ല പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. നല്ല മീനൊക്കെ ഉണ്ട്. നല്ല എന്താണ് പാടാണ്. പാടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു കിണറാണ് കേട്ടോ. അപ്പോൾ ആ കിണറ്റിലേക്ക് ഇറങ്ങി ഞാൻ കാലും മുഖമൊക്കെ കഴുകി നിന്നിട്ട് നേരെ അപ്പുറത്തേക്ക് നോക്കി നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനാണ്. അപ്പോൾ ഒരു പുല്ല് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പുല്ല് പൊട്ടിച്ച് കൈ പിടിച്ചിട്ട് അവിടെ വെള്ളം ചാടുന്നുണ്ട്, തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുക കേട്ടോ. നല്ല രസമുണ്ട് വെള്ളം ചാടുന്നത് കാണാൻ. അപ്പോൾ പാടത്ത് കൂടെ അതിൻ്റെ അടുത്തേക്ക് നടന്നു പോകുക കേട്ടോ. ഞാൻ വേണ്ട മോട്ടർ ഇട്ടിക്കുക തോന്നുന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ പാടത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് വരുന്നുണ്ട്. എന്താണ്ടില്ലേ, നല്ല തണുത്ത വെള്ളം. അവിടുന്ന് പോരാൻ തോന്നണില്ല കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. പക്ഷേ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വെയിലത്ത് പാടത്ത് അവകാൻ അത്ര അങ്ങോട്ട് അറിയുണ്ടായിരുന്നില്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുത്ത വെള്ളമല്ലേ വരുന്നത്. അപ്പം അത് ഇങ്ങനെ മുഖം കഴുകിയിട്ട് അവിടെ ഇങ്ങനെ നിന്നു. വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ. അപ്പം ഞങ്ങൾ കുറേ നേരമൊക്കെ ഇങ്ങനെ അവിടെ നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പാടൊക്കെ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തിട്ടോ. നെസ്റ്റോയിലെത്തിയിട്ടേ വെയിൽ കൊണ്ടിട്ടേ മനുഷ്യൻ്റെ ഊപ്പാടം അങ്ങോട്ട് ഇളകിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ചെന്ന വഴിക്ക് തന്നെ ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് മേടിച്ചു. അത് കുടിക്കുകയാണ്. അമ്മാതിരി ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചു. അവിടെ ഓഫറുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു. അതിൻ്റെ അടുത്തത്തെ പുല്ലുകളും ഇതുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഇത് 2 എണ്ണം മേടിച്ചു. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊന്ന് മേടിച്ചു, അവൾക്കൊന്ന് മേടിച്ചിട്ടോ. അപ്പോൾ അത് 2 എണ്ണം എടുത്തു ഞങ്ങൾ. അതിങ്ങനെ 2 എണ്ണത്തിന് 99 റുപ്യാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ആൾക്ക് ഓരോന്ന് എടുത്തിട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നാൽ നമുക്ക് എന്താ മേടിക്കേണ്ടതെന്നൊന്നും ഉണ്ടാവില്ല. ഒക്കെ മേടിക്കാൻ തോന്നും. പക്ഷേ ബില്ല് വരുമ്പോഴാവും മേലേക്ക് നോക്കുക കേട്ടോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതിനൊക്കെ ഓഫറുകളുണ്ട്. ഇത് ഞാൻ അന്ന് ഇതിൻ്റെ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അതിൽ ഓഫർ ഇടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ചെറുത് കണ്ടോക്കി നോക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പാക്കറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ എന്താ ലൈസോള് അതൊക്കെ ആയിരുന്നു. അതൊന്ന് 2 കുപ്പി എടുത്തു. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടുകാരി ഒന്ന് മേടിച്ചിട്ടോ ഓളെ കുട്ടിക്ക്. പിന്നെ ഇവിടെ നല്ല രസമുള്ള അത് പൂക്കളൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ കണ്ടോക്കുമ്പോൾ നല്ല ഭംഗി തോന്നി, അപ്പം അങ്ങനെ പിടിച്ചതാണ് കേട്ടോ. ഇതൊന്ന് 2 ഗ്ലാസ് മേടിച്ചിട്ടോ ഞങ്ങൾ. പിന്നെ അതൊന്ന് 2 പ്ലേറ്റ് എടുത്തു. പിന്നെ ഇത് ഞങ്ങൾ 2 ഓരോ കുപ്പി മേടിച്ചിട്ടോ. അങ്ങനെ 2 കുപ്പി മേടിച്ചു ഞങ്ങൾ ലിക്വിഡ്. ഇതും ഞങ്ങൾ 2 എണ്ണം മേടിച്ചു. പിന്നെ 2 ഓരോ പാക്കറ്റ് ഗോതമ്പ് പൊടി മേടിച്ചു കേട്ടോ. ഇതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഓരോ പാത്രങ്ങൾ കേട്ടോ. അതൊന്നും മേടിച്ചിട്ടില്ല, കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ എന്താണ് ഇത് ഐസ് ഒഴിച്ചേക്കണത്, അത് ഒരെണ്ണം ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഇത് ബ്രഷാണ് ബാത്റൂം കഴുകൽ. അപ്പോൾ അത് തന്നെ അതിലിട്ടൊക്കെയുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ 2 ഓരോന്ന് മേടിച്ചു കേട്ടോ. ബ്രഷ് ഇതൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ. ഇത് കണ്ടോക്കുമ്പോൾ അതിങ്ങനെ പെടുത്തിയതാണ്. കടല മേടിച്ചു കേട്ടോ. ഈ കടല ഞങ്ങൾ മേടിച്ചു. ഇത് ഞങ്ങൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ എന്നിട്ട് പുഴുങ്ങി തിന്നണം വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട് മക്കളെ. പിന്നെ വെള്ളരിക്ക മേടിച്ചു, കുക്കമ്പർ മേടിച്ചു. പിന്നെ ഈ സാധനം അതും ഒന്ന് മേടിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കണില്ല ഈ സാധനം ഒന്ന് മേടിച്ചു, മറ്റേതൊന്ന് മേടിച്ചു കേട്ടോ. അത് മേടിച്ചിട്ടില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഓള് പറഞ്ഞു എനിക്ക് ഞാൻ ഉണ്ടാക്കിയരാ കറി ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് ഉണ്ടാക്കിയരായിരുന്നു. പിന്നെ ഇത് മേടിച്ചു കേട്ടോ, മിഠായി. ഇത് 2 പാക്കറ്റ് മേടിച്ചു ഞങ്ങൾ. നല്ല രസമുണ്ട്, എള്ളുണ്ട. ഞാൻ വന്ന വഴിക്ക് ഇതൊന്ന് ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ വേഗം കുടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കണത്, കുട്ടികൾക്ക് മേടിക്കാൻ. ഇപ്പം ഞാൻ അടുത്ത വീഡിയോ